തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് വിട്ടുനിന്നാലും സജീവമായി പ്രവർത്തിക്കുമെന്ന് പി ജയരാജൻ. ജാമ്യോപാധികൾ അനുസരിച്ച് തന്റെ ജില്ലയിൽ പ്രവേശിക്കാനായില്ലെങ്കിലും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം നിറവേറ്റും. UAPA എന്ന കരിനിയമത്തിനേറ്റ തിരിച്ചടിയാണ് തന്റെ ജാമ്യമെന്നും കതിരൂർ മനോജ് വധക്കേസിൽ ജാമ്യം നേടിയ ജയരാജൻ പറഞ്ഞു. ആരോഗ്യസ്ഥിതിയും കോടതി നിർദ്ദേശവും പരിഗണിച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ സജീവമാകാനാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ തീരുമാനം. സ്വന്തം ജില്ലയിൽ പ്രവേശിക്കരുതെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്ന് വടകരയിൽ സഹോദരി അഡ്വക്കേറ്റ് പി സതീദേവിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കണ്ണൂർ ജില്ലയിൽ 2 മാസക്കാലമോ കുറ്റപത്രം ഈ കേസിൽ നൽകുന്ന പരിധിയിലോ ആ കാലയളവിലോ ജില്ലയിൽ പ്രവേശിക്കാൻ വേണ്ടി പാടില്ല എന്നതാണ് ജാമ്യ വ്യവസ്ഥയിലെ ഒരു ഉപാധി. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ കണ്ണൂരിൽ പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഏതെല്ലാം നിലക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമോ ആ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തും. രാഷ്ട്രീയ സംഘർഷങ്ങളിലും കൊലപാതകങ്ങളിലും ചുമത്താൻ രാജ്യത്ത് നിരവധി നിയമങ്ങളുണ്ട്. എന്നാൽ രാഷ്ട്രീയ പകപോക്കലിനായി UAPA ദുരുപയോഗം ചെയ്യുകയാണ്. ഉമ്മൻചാണ്ടിയും RSSും നടത്തിയ ഗൂഢാലോചനക്കേറ്റ തിരിച്ചടിയാണ് തന്റെ ജാമ്യമെന്നും ജയരാജൻ പറഞ്ഞു. CPMന്റെ നേതാക്കന്മാരെ പിടിച്ച് ജയിലിലിടുക, ജാമ്യം കിട്ടരുത്. ജാമ്യം കിട്ടാത്ത നിലയിൽ ജയിലിലടക്കാൻ വേണ്ടിയിട്ടുള്ള ഉമ്മൻചാണ്ടി RSS നേതാക്കന്മാരുടെ ഗൂഢ പദ്ധതിയാണ് നടപ്പാക്കാൻ ശ്രമിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.